കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. നമുക്കിന്ന് മന്തി ഉണ്ടാക്കാനായിട്ടുള്ള റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കാം. പട്ടക്കറാമ്പ്, 3 നാരങ്ങ, മാഗി ട്യൂബ്, പച്ചമുളക്, ഏലക്ക, മുഴു കുരുമുളകാണ്, പൊടിക്കാത്ത കുരുമുളകാണ്, മല്ലി കറിവേപ്പില, പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട്. അത് കഴുകി വൃത്തിയാക്കാം. അതിലേക്ക് ഇത് മന്തിക്കുള്ളതാണ്. എന്താ പറഞ്ഞാൽ ക്യാപ്സിക്കം 3 കളറിൽ കുറച്ചായി എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ചീവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് നമുക്ക് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് ഗരം മസാലപ്പൊടിയിൽ ഞാൻ ചെറിയ ജീരകമിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീർ ചില്ലി, തൈര്. ഇപ്പോൾ ആദ്യം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇടുന്നത്. പിന്നെ ഗരം മസാലേൻ്റെ പൊടിയാണ് ഇടുന്നത്. പിന്നെ കാശ്മീർ ചില്ലിയാണ് ഞാനത് ഇടുന്നത്. പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. അതൊക്കെ ഇടുന്നതുകൊണ്ട് കാശ്മീർ ചില്ലി ഇട്ടാൽ മതിയാവും. നമുക്ക് ചെറിയ ഉള്ളി അതിൻ്റെ പേസ്റ്റാണ് ഇടുന്നത്. കുറച്ച് ഉപ്പ് ഇടുക. അതിൽ കുറച്ച് തൈര് ഒഴിക്കുക. കുറച്ചും കൂടെ എരിവിനായിട്ട് ഇത്രയും കൂടെ ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് കുറച്ച് ചതച്ചത് അതും ഇടാം. അതിലേക്ക് നന്നായിട്ട് നമുക്ക് റസ്റ്റിനായിട്ട് കുറച്ച് നേരം വെക്കാം. അതിൽ ടൊമാറ്റോ പേസ്റ്റും നാരങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് നമുക്ക് മന്തിക്കുള്ള മുന്തിരി ആദ്യം വറുത്തെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ക്യാരറ്റ് ചീവി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കത് ആദ്യം ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് വാടി കുനുകുനാന്നായിട്ടുണ്ട്. അത് നമുക്ക് നന്നായി ഇളക്കിയിട്ട് അത് മാറ്റി വെക്കാം. പിന്നെ ഒരു ചട്ടി വെച്ച് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് 3 സവാള എടുത്തിട്ടുണ്ട്. കുനുകുനാന്ന് മുറിച്ച സവാള. നന്നായി ഇളക്കി കൊടുക്കാം. ഉണക്ക നാരങ്ങ ഇട്ട് കുറച്ച് കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക് നമുക്ക് അതിലിട്ട് കൊടുക്കാം. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 4-5 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച പൊടി നമുക്ക് 2 ടീസ്പൂൺ ഇടാം. 2 കിലോ അരിക്കുള്ള റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അല്ല, മുറിച്ച് വെച്ച ക്യാപ്സിക്കം നമുക്ക് അതിലിടാം. ഇതൊക്കെ ഉണക്ക നാരങ്ങ വീണ്ടും ഞാൻ അതിലിടുന്നുണ്ട്. കുറച്ച് 6-7 മാഗി ട്യൂബ് ഉണ്ട്, അതിടാം. 2 കിലോ അരിക്കുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇടുന്നത്. അടിപ്പിടിക്കാതെ ഇളക്കി കൊടുക്കണം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് കുറച്ചിട്ട് കൊടുക്കുക, 2 ടീസ്പൂണ്. തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക.
നന്നായി ഇളക്കി കൊടുക്കാവേ. അടിക്ക് പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കാവേ. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം കണക്കിനാണ് ഒഴിക്കണത്. ചൂട് വെള്ളമാണ് ഒഴിക്കണത്. ആ പാത്രത്തിന് 1 പാത്രം അരിയാണ്, അപ്പോൾ 2 പാത്രം അരി ചൂടുവെള്ളം, പിന്നെ കുറച്ച് ഉപ്പ് ഇടാം. ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നോക്കിയിട്ടിട്ടോ. വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അരി കുതിർത്ത് വെള്ളം വാർത്ത് വെച്ചാണ് ആ അരിയിൽ തട്ടി നല്ല ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. മന്തിയായി. ഇനി അതിലേക്ക് നമുക്ക് ആ ക്യാരറ്റ് ഇടാം, മുന്തിരി ഇടാം, പിന്നെ നമ്മൾ റെസ്റ്റിനായിട്ട് വെച്ച ആ ചിക്കൻ പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.